ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിനെതിരെ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എപ്പോഴാണ് ഹർജി പരിഗണിക്കുക? മറ്റ് അനുബന്ധ വിവരങ്ങൾ. രാഖി, ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ജാമ്യവുമായി ബന്ധപ്പെട്ടുമുള്ള ഹർജികളാണ് ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത്. ഇത് രണ്ടും ഒറ്റ ഹർജി, അതായത് രണ്ട് ആവശ്യങ്ങൾ ഒരു ഹർജിയിലായി നൽകിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് SIT തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മാത്രമല്ല, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പങ്കുമില്ല, ഈ കുറ്റകൃത്യത്തിൽ താൻ നിരപരാധിയാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യം ഉൾപ്പെടെയുള്ളവ അനുവദിക്കണമെന്നുള്ള ആവശ്യവും പങ്കജ് ഭണ്ഡാരി മുന്നോട്ട് വെക്കുന്നു. ഏതായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ നേരത്തെ തന്നെ കേസ് തള്ളിയതാണ്. അതായത് എല്ലാ നിയമവശങ്ങളും പാലിച്ചാണ് SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത് പങ്കജ് ഭണ്ഡാരിയുടേത് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഈ ഹർജി തള്ളിയത്. ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യ വിഷയവും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നിപ്പോൾ കേസ് 46ാമത്തെ കേസായി പരിഗണിക്കുന്നു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ കേസ് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ പങ്കജ് ഭണ്ഡാരിയുടെ അല്ലെങ്കിൽ പങ്കജ് ഭണ്ഡാരിക്ക് മേൽ സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാകും. നേരത്തെ ഈ ശബരിമല വിഷയം തങ്ങൾ നിസ്സാരമായി തന്നെ കാണുന്നില്ല. മാധ്യമങ്ങളോടൊക്കെ തന്നെ വലിയ വാർത്തകൾ വരുന്നുണ്ട്. കൊടിമരത്തിലെ സ്വർണം വരെ മോഷ്ടിച്ചു എന്നതാണ് മാധ്യമ വാർത്ത എന്ന് നേരത്തെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല, ജയശ്രീയുടെ, അതായത് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ ജാമ്യം പരിഗണിച്ചപ്പോഴും സുപ്രീം കോടതി ആദ്യമായാണ് ഇത്തരത്തിലൊരാൾക്ക്, ഒരു വ്യക്തിക്ക് ഈ ഒരു വിഷയത്തിൽ പരിഗണന നൽകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് സുപ്രീം കോടതി ഈ ജയശ്രീയുടെ മുൻകൂർ ജാമ്യം പരിഗണിച്ചിരുന്നത്. ഏതായാലും പങ്കജ് ഭണ്ഡാരിയുടെ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും നന്ദൻ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. കാരണം കേസ് ഇതിനു മുൻപ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി തന്നെ പറയുകയുണ്ടായി, നിങ്ങൾ ശബരിമലയിലെ കുടിമരവും കട്ടുവല്ലേ എന്നുള്ളത്. എത്ര ഗുരുതരമായ സ്വഭാവത്തിലുള്ള നിരീക്ഷണമാണ് പരമോന്നത കോടതി തന്നെ നടത്തിയത് എന്നുള്ളതാണ്. എന്നിട്ടും ഇവിടെയുള്ള പലർക്കും കുലുക്കമില്ല എന്നുള്ളതാണ് അല്ലേ. എന്തായാലും നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്.